പാട്ടായി വിതുമ്മി മഞ്ഞു പൂഞ്ചോലയെന്തോ തിരഞ്ഞു. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്ന അമ്മുവും കണ്ണനും റോണിയും കാണുന്നത് സോഫയിലിരിക്കുന്ന സുധയും കൃഷ്ണയ്യനെയുമാണ്. അവരെ കണ്ടപ്പോഴേ അച്ഛയെന്ന് വിളിച്ച അമ്മു അവർക്കടുത്തേക്ക് ഓടി ഇരുവരെയും കെട്ടിപ്പിടിച്ചു. പിന്നീട് അവരിൽ നിന്നും അകന്നു മാറി ഡെവിയെയും പാർവിനെയും ചേർത്ത് പിടിച്ചു. ഇരുകൂട്ടരെയും ഒരുപോലെ അവളെ പരിഗണിക്കുന്നത് കാണി അലൻ്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു. കുറച്ചു നേരത്തെ സംസാരത്തിനു ശേഷം അമ്മുവിനെ ഫ്രഷാവാനായി ഓടിച്ചു വിട്ടുകൊണ്ട് സുധയും പാർവും കൂടെ അടുക്കളയിലേക്ക് പോയി. ഫ്രഷായി വന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ആളിലിരിക്കുവാണ് എല്ലാവരും. ഇനിയും വൈകിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കൃഷ്ണൻ അമ്മുവിനെ വിളിച്ച് പുറത്തേക്ക് പോയി. ഇരുവരും ഗാർഡനിലായിരുന്നു പോയത്. ചുമ്മാ ഇരിക്കുമ്പോഴാണ് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അച്ഛ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് ദേ മിണ്ടാതിരിക്കുന്നു. എന്താ അച്ഛേ, എന്തു പറ്റി എന്നുള്ള അമ്മുവിൻ്റെ ചോദ്യത്തിന് അവളെ തൻ്റെ നെഞ്ചോടി ചേർത്തുകൊണ്ട് അദ്ദേഹം വിവാഹകാര്യം അറിയിച്ചു. വരൻ അലനാണെന്ന് പറഞ്ഞുവെങ്കിലും അവൻ്റെ പ്രണയം മറച്ചു വെച്ചു. കാരണം അത് പറയേണ്ടത് അവനാണ്, അവൻ്റെ അവകാശമാണ്. പകച്ചുപോയി അവള്. ഒരിക്കൽ പോലും വിവാഹം എന്നുള്ളത് ചിന്തിച്ചതേയില്ല. എന്നും അച്ഛയുടെയും അമ്മയുടെയും കാന്താരിയായി ജീവിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരുടെ ആദി കാണി എങ്ങനെ സമ്മതമല്ലെന്ന് പറയും. പക്ഷേ ഈ ചായൻ പാറു അമ്മയ്ക്ക് വേണ്ടി സമ്മതിച്ചതായിരിക്കുമോ? അല്ലാതെ മറ്റൊന്നും കാരണമാവില്ലല്ലോ. ഇഷ്ടക്കേടുണ്ടാകുമോ ഞാൻ കാരണം? ഓരോന്ന് ആലോചിക്കെ അവൾക്ക് സങ്കടം തോന്നിപ്പോയി. അവളെ അറിഞ്ഞെന്ന പോലെ ആ അച്ഛൻ അമ്മുവിനെ നെഞ്ചോടെ ചേർത്ത് പിടിച്ചു. അവൾക്കും അതൊരാശ്വാസമായിരുന്നു. പിന്നെ അവളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം മനസ്സിൽ തെളിയെ സമ്മതിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു. അവളുടെ പാറു അമ്മയും പപ്പായും കണ്ണനും ഏട്ടായും ഒക്കെ ഉണ്ടല്ലോ എന്നത് അവൾക്ക് വലിയ ആശ്വാസം തന്നെയായിരുന്നു. അമ്മുവിൻ്റെ സമ്മതമറിയ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ചു. തൻ്റെ ഉള്ളിലെ സന്തോഷം അടക്കി നിർത്താൻ അനൻ കുറച്ച് കഷ്ടപ്പെട്ടു. കണ്ണനും റോണിക്കും സ്വർഗം കിട്ടിയതുപോലെ ആയിരുന്നു. അത്രയ്ക്കിഷ്ടമായിരുന്നു അവളെ അവർക്ക്. പിറ്റേ ദിവസം തന്നെ നല്ലൊരു 15-ാം ദിവസത്തിനകം വരുന്ന നല്ലൊരു മുഹൂർത്തം കണ്ടു. പിന്നീട് അങ്ങോട്ട് തിരക്ക് തന്നെയായിരുന്നു. വിവാഹത്തിനൊരാഴ്ച മുന്നേ അമ്മുവിനെ തിരികെ കൊണ്ടുപോയിരുന്നു. അത് അലനിൽ ദേഷ്യവും സങ്കടവും ഒക്കെ ആയിരുന്നു. പിന്നെ സഹിക്കുകയല്ലാതെ മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അമ്മു പോയി പിറ്റേ ദിവസം തന്നെ കണ്ണൻ ഉൾപ്പെടെ വാരീസ് അവളുടെ വീട്ടിൽ ലാൻഡ് ചെയ്തു. പിന്നെ അങ്ങോട്ട് അടുത്ത വെള്ളപ്പൊക്കം തന്നെയായിരുന്നു. മെഹന്തി ഹൽദി ഒക്കെ പിള്ളേർ പൊളിച്ചടുക്കി. ഇവിടെ പാറു, ഡെവി, റോണി അവളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പക്ഷെ അലനെ കാണാൻ സമ്മതിച്ചതേയില്ല. അതിൻ്റെ ഒരു കലിപ്പുണ്ട് ചെക്കനെ. ഇന്നാണ് വിവാഹം. അമ്മു ട്രഡീഷണൽ ലുക്കിൽ നല്ല സുന്ദരിയായാണ് ഇറങ്ങിയത്. അതിന് മാച്ചായ ഓർണമെൻറ്റ്സും സിമ്പിൾ മേക്കപ്പും ഒക്കെയായി റെഡിയായിരുന്നു അവൾ. ആദ്യം ഹിന്ദു ആചാരങ്ങളും പിന്നെ ക്രിസ്ത്യൻ രീതിയിലുമായിരുന്നു വിവാഹം. വിവാഹവേദിയിൽ അമ്മുവിനെ കാത്ത് അക്ഷമയോടെ ഇരിക്കുവാണ് അലൻ. അല്പം നേരത്തിനു ശേഷം കണ്ടു കുട്ടികൾക്കൊപ്പം താലവുമായി നടന്നു വരുന്ന തൻ്റെ പ്രാണനെ. അവളെ കാണി അവൻ്റെ ഉള്ളിൽ പ്രണയം കവിഞ്ഞു. വൈകാതെ തന്നെ അവൻ്റെ വാമഭാഗത്ത് അവളെ സ്ഥാനം പിടിച്ചു. മന്ത്രോജാനങ്ങളുടെ ചടങ്ങ് തുടങ്ങി. ഒരു താലിച്ചരടിൽ അവൻ അവളെ തൻ്റെ പാതിയാക്കി മാറ്റി. ഒരു നുള്ളു സിന്ദൂരം ഉപയോഗിച്ച് അഗ്നിസാക്ഷിയായി അവളെ അവൻ്റേത് മാത്രമാക്കി മാറ്റി. അടുത്തതായി ക്രിസ്ത്യൻ രീതിയിലായിരുന്നു വിവാഹം. ആൾത്താരയ്ക്ക് മുന്നിൽ നിന്നാലൻ അമ്മുവിൻ്റെ സാന്നിധ്യം അറിയെ തിരിഞ്ഞു നോക്കി. ലൈറ്റ് സിമ്പിൾ എലഗൻറ്റ് വൈറ്റ് ഗൗണിൽ അവൾ ഒരു മാലാക പോലെ നിറഞ്ഞു നിന്നിരുന്നു. ഹെവി ഡാർക്ക് റോയൽ ബ്ലൂ സ്യൂട്ടായിരുന്നു അവൻ്റെ വേഷം. പരസ്പരം മോതിരം കൈമാറ്റം ചെയ്തും അവൻ്റെ മിന്നെ സ്വീകരിച്ചുകൊണ്ട് പരസ്പരം വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടെ അവളെ അവൻ്റെ പ്രാണനെ അലൻ സ്വന്തമാക്കി. ഫുഡ് കഴിഞ്ഞ് വീണ്ടും ഈവനിങ് പാർട്ടിയിലെ തിരക്കിലേക്ക് കടന്നിരുന്നു അവർ. എല്ലാവരും കൂടെ പൊളിച്ചെടുക്കി. അവസാനം അലൻ്റെയും അമ്മുവിൻ്റെയും ഒരു കപ്പിൾ ഡാൻസിൽ അവസാനിപ്പിക്കുമെന്ന് തീരുമാനിച്ചു. ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ഫീലിംഗ് സോങ്ങിൽ പരസ്പരം മറന്ന മിഴികളിലൂടെയൊക്കെ അവർ നൃത്തം ചെയ്തു. അത്രത്തോളം മനോഹരമായിരുന്നു ആ നിമിഷങ്ങൾ. രാത്രിയോടെ ഒരുവിധം എല്ലാവരും പോയി. യാത്ര പറഞ്ഞിറങ്ങാൻ നിന്ന് സുധയെയും കൃഷ്ണനെയും കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മുവിനെ സമാധാനിപ്പിക്കാൻ ഒത്തിരി പാടുപെട്ടു. അവസാനം നാളെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന അലൻ്റെ വാക്കിൽ അവൾ അടങ്ങി. രാത്രി സെറ്റ് സാരി ഒഴിപ്പിച്ച് ഒരു ഗ്ലാസ് ജ്യൂസുമായി അവളെ പാറ റൂമിലേക്കാക്കി. റൂമിൽ കയറി അവൾ ചുറ്റും നോക്കി. ഒരു വലിയ ബെഡ്റൂം ആയിരുന്നു. ലക്ഷറി ടച്ച് തോന്നുന്നുണ്ട്. ഗ്രൗണ്ട് പോലെ വിശാലമായ റൂം.
അവിടുന്ന് ലെഫ്റ്റ് വാഷ്റൂം, അടുത്തായി തന്നെ ഒരു ഡ്രസ്സിംഗ് റൂം. റൂമിലുള്ള ബാൽക്കണിയിൽ കപ്പിൾ സ്വിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു റൗണ്ട് ടേബിളും 4 ചെയറും. ആകെപ്പാടെ അടിപൊളി റൂമായിരുന്നു അവൾ കണ്ടിരുന്നത്. ഇതെവിടെ പോയി എന്ന് പറഞ്ഞ അവൾ അവനെ അവിടെ മുഴുവൻ നോക്കി. പെട്ടെന്നാണ് അവൻ റൂമിലേക്ക് കയറി വന്നത്. എന്തോ തിരക്കിൽ ഫോണിലായിരുന്നാലും റൂമിൻ്റെ കോർണറിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ പതുങ്ങി നിന്ന അമ്മുവിനെ കണ്ടില്ല. ആദ്യമേ അവൻ ഈ വിവാഹത്തിന് ഇഷ്ടം കാണില്ലെന്ന് ചിന്തിച്ചു നടന്ന അമ്മുവിന് ഇതുകൂടിയായപ്പോൾ പൂർത്തിയായി. അവളുടെ കണ്ണ് നിറഞ്ഞു. ചുണ്ട് വിതുമ്പിക്കൊണ്ട് രേങ്ങൽ പുറത്തു വന്നു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയാലൻ കാണുന്നത് താഴേക്ക് നോക്കി നിൽക്കുന്ന അമ്മുവിനെയാണ്. അവൻ തലയിൽ അടിച്ചുകൊണ്ട് വേഗത്തിൽ അവൾക്കടുത്തു വന്നു. അമ്മുവിനെ നോക്കിയാലൻ കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ വിതുമ്പി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെയാണ്. ഒരു പകപ്പോടെ അവളുടെ മുഖം അവൻ കൈക്കുമ്പിളിലെടുത്തു. അവളും അവൻ്റെ മിഴികളിൽ നോട്ടമെറിഞ്ഞു. അവളുടെ മിഴികൾ വിളിച്ചു പറയുന്ന പരിഭവം അവനറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ വിരലുകൾ അവളുടെ മിഴിനീരിനെ തുടച്ചു നീക്കി. ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവളെ അവൻ നോക്കി. സോറി കുഞ്ഞെ, എൻ്റെ പൊന്നിന് വിഷമായോ? ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടില്ലായിരുന്നു, അതുകൊണ്ടല്ലേ? പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിന്ന എങ്ങനെയാടി പെണ്ണെ ഞാൻ അറിയുന്നെൻ്റെ പൊടിക്കുപ്പി. അവൻ്റെ വാത്സല്യഭാവത്തിൽ അടിമപ്പെട്ടു നിന്ന അമ്മു അവസാനത്തെ പൊടിക്കുപ്പി എന്ന വിളിയിൽ ടെററായി അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ നിറഞ്ഞ ചിരിയോടെ അവളുടെ നെറുകയിൽ അതരം ചേർത്തു. ഇഷ്ടത്തോടെ, പ്രണയത്തോടെ, അത്രമേൽ വാത്സല്യത്തോടെ. ഞെട്ടിപ്പോയി അവള്. പക്ഷെ അവനെ തടയാൻ അവൾക്കാവുന്നില്ലായിരുന്നു. അവളുടെ ഉള്ളറിഞ്ഞ പോലെ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് തലയിൽ തഴുകി തുടർന്നു. ഇച്ചായനറിയാം എൻ്റെ കുഞ്ഞിൻ്റെ ആവലാതി, സങ്കടമൊക്കെയും. ഒന്നിനു വേണ്ടിയും എൻ്റെ കുഞ്ഞ് വിഷമിക്കരുത്. അതെനിക്കിഷ്ടമല്ല വാവേ. എൻ്റെ കുഞ്ഞിന് സംശയത്തിനെല്ലാം ഞാൻ ഉത്തരം തരാട്ടോ. പിന്നീട് ഒന്ന് മാത്രം എൻ്റെ കുഞ്ഞ് ഓർത്തു വയ്ക്കണം. നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. ഇനി നിന്നിൽ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ല വാവേ. അതെൻ്റെ സ്വാർത്ഥതയാണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ ഇച്ചായനറിയാം എൻ്റെ കുഞ്ഞി പെണ്ണ് ചെറുതാണെന്ന്. എൻ്റെ കുഞ്ഞ് എൻ്റെ നെഞ്ചോട് ചേർന്നുണ്ടായാൽ മതി. അത് മാത്രം മതി എനിക്ക്, അത്രമാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മുവിനെ നോക്കുന്നവൻ കാണുന്നത് വിടർന്ന കണ്ണുകളോടെ അത്ഭുതത്തോടെ അവനെ നോക്കുന്നവളെയാണ്. അമ്മുവിന് അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അവനോട് വല്ലാത്തൊരുപാട് ഇഷ്ടം തോന്നിപ്പോയി. അറിയാതെയാണെങ്കിലും ആ നിമിഷം അവൾ ആഗ്രഹിച്ചു പോയി ഈ ജന്മം മുഴുവൻ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കാൻ. കൂടുതൽ അവളെ ചിന്തിക്കാൻ വിടാതെ അവൻ അവളോട് ഫ്രഷാകാൻ പറഞ്ഞു. അവൾ അവനെയും സാരിയെയും മാറി മാറി നോക്കി. അവൻ ഒരു ചിരിയോട് അവൾക്ക് വാങ്ങിവെച്ച സിമ്പിൾ നൈറ്റ് ഡ്രസ്സ് എടുത്തു കൊടുത്തുകൊണ്ട്, എനിക്കറിയാം എൻ്റെ കുഞ്ഞിന് ഇതൊന്നും കംഫർട്ടല്ലെന്ന്. അവൾ അവനെ നോക്കി നിന്നുപോയി ഒരു നിമിഷം. പിന്നെ നിറച്ചിരിയോടെ ഫ്രഷാകാൻ പോയി. ഫ്രഷായി ഇറങ്ങി അമ്മു കാണുന്നത് ബെഡിൽ അവളെ തന്നെ നോക്കി കിടക്കുന്ന അലനെയാണ്. ഒരു വിറയലോട് അവൾ അവനടുത്ത് വന്ന് കിടന്നു. അടുത്ത നിമിഷം അവൻ അവളെ ഉയർത്തി തൻ്റെ നെഞ്ചോട് ചേർത്ത് മിഴിഞ്ഞ കണ്ണുകളിൽ അവൻ അതരം പതിപ്പിച്ചു. എങ്ങോ പോയി അവളുടെ ഭയം. അതറിഞ്ഞ പോലെ അവൻ അവളെ തലോടി. അമ്മൂസേ. അല്പം കഴിഞ്ഞ് അവൻ വിളിച്ചു. എന്തോ? അവളും വിളി കേട്ടു. ഇച്ചായെന്ന് വിളിച്ചെൻ്റെ കുഞ്ഞ്. അത്രമേൽ ആഗ്രഹത്തോടെയുള്ള അവൻ്റെ ചോദ്യം അവളിൽ കുസൃതി വിരിഞ്ഞു. അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചില്ല എന്ന പോലെ തലയനക്കി. നിരാശയോടെ അവൻ പിൻവാങ്ങി. അവളെ ഒന്നിനും നിർബന്ധിക്കാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. അവൻ്റെ കൈകൾ പഴയതുപോലെ തന്നെ അവളെ തലോടി, അത്രമേൽ ഇഷ്ടത്തോടെ. മിഴികൾ അടച്ചുയർന്നാലൻ തൻ്റെ പാതിയുടെ അനക്കം അറിഞ്ഞപ്പോൾ മിഴികൾ തുറക്കാൻ തുടങ്ങി. ആ നിമിഷം അവളുടെ ആദരം അവൻ്റെ ചെവിക്കടുത്തേക്കായി വന്നതറിഞ്ഞു അവൻ. അവളുടെ ഇളം നിശ്വാസം അവൻ്റെ ചെവിയിൽ പതിഞ്ഞു. തുറക്കാനാഞ്ഞ മിഴികൾ അടഞ്ഞുപോയ ആ നിമിഷം ഇച്ചേ. അവളുടെ പതിഞ്ഞ വിളി അവൻ്റെ കാതുകളിൽ മുഴങ്ങി. അവൻ ഞെട്ടി കണ്ണു തുറന്നു. അവളുടെ മുഖത്ത് കുസൃതി. എന്താ നോക്കുന്നേ? ഇച്ചായ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്? ചിരിയോടെയുള്ള അവളുടെ ചോദ്യത്തിന് അവളുടെ നെറുകയിൽ മുകർന്നുകൊണ്ട് അവൻ ഉത്തരം നൽകി. അതിലുണ്ടായിരുന്നു അവൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം. ഒന്നും പറയാതെ അവളെ നെഞ്ചോടടക്കി പതിയെ തഴുകി ഉറക്കി. ക്ഷീണം കൊണ്ട് അവൾ വേഗം തന്നെ ഉറങ്ങി. എന്നാൽ അവൻ അവളുടെ നിഷ്കളങ്കമായ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ പറ്റിയില്ല. അവളെ തന്നെ നോക്കിക്കിടന്നു അവൻ, മതിവരാതെ, മടുക്കാതെ. അലൻ ഡേവിഡിൻ്റെ റാണി, അവൻ്റെ പ്രാണൻ, അവൻ്റെ പാതി, അവനു മാത്രമായുള്ള രാജകുമാരി,
അവൻ്റേതു മാത്രമായവൾ. രാവിലെ ആദ്യം ഉണർന്നത് അലനാണ്. ഇന്നലെ കിടന്നതുപോലെയല്ല, മറിച്ച് അമ്മ മുഴുവനായും അവൻ്റെ ദേഹത്താണ് കിടക്കുന്നത്. അവനു ചിരിപൊട്ടി. ആകെ ഇത്തിരിയുള്ളു പെണ്ണ്. കൂടാതെ ഒരു കൈ അവൻ്റെ ഷർട്ടിൽ കൊരുത്തു, മറുകൈ കുഞ്ഞുങ്ങളെ പോലെ ചുരുട്ടിപ്പിടിച്ച് മുഖം അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ചാണ് അവൾ കിടക്കുന്നത്. അത്രമേൽ ഇഷ്ടത്തോടെ അവളുടെ പഞ്ഞിക്കവളിൽ അവൻ അമർത്തി ചുംബിച്ചു. ആദ്യം ഒന്ന് മുഖം ചുളിച്ച്, പിന്നെ ഉറക്കത്തിൽ തന്നെ ചുണ്ട് കൂർപ്പിച്ചു പെണ്ണ് അവൻ്റെ നെഞ്ചിൽ മുഖം ഉരസി. ഉറക്കമുറഞ്ഞ ആലസ്യം അവളിൽ തെളിഞ്ഞു നിന്നു. കാന്താരി. അതും പറഞ്ഞുകൊണ്ട് അവൻ വാത്സല്യത്തോടെ ഒരിക്കൽ കൂടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു. പിന്നെ പതിയെ ചെരിഞ്ഞ് അവളെ ബെഡിൽ കിടത്തി. എഴുന്നേൽക്കാൻ ശ്രമിച്ചാലൻ കാണുന്നത് അവൻ്റെ ചൂട് നഷ്ടപ്പെട്ടതറിഞ്ഞപ്പോൾ അവനിലേക്ക് തന്നെ വീണ്ടും പതുങ്ങി കൂടുന്നവളെയാണ്. അവൻ അതിയായ വാത്സല്യം തോന്നി. എഴുന്നേൽക്കാൻ തുടങ്ങി അവൻ വീണ്ടും അവളെ നെഞ്ചോട് ചേർത്ത് കിടന്നു. താഴെ നിന്നും രാവിലെ തന്നെ തൻ്റെ പുറകെ കൊഞ്ചി നടക്കുന്ന അമ്മുവിനെ കാത്തിരിക്കുകയാണ് ഡെവി. അവളുടെ കൊഞ്ചലും കുസൃതിയും തന്നിലും പാറുവിലും നിറയ്ക്കുന്ന സന്തോഷം വാക്കുകൾക്ക് മുകളിലാണെന്ന് ചിരിയോടെ ഓർത്തു പതിയെ അടുക്കളയിലേക്ക് നടന്നു. കിച്ചണിൽ ചെന്ന് ഡെവി കാണുന്നത് തിരക്ക് പിടിച്ച് എന്തൊക്കെയോ ചെയ്യുന്ന പാറുവിനെയാണ്. കുറച്ചു നേരം അത് നോക്കി നിന്ന ശേഷം പതിയെ പാറുവിനടുത്തേക്ക് ചെന്ന് അവരെ ചുറ്റിപ്പിടിച്ചു. പാറു ഒരു ചിരിയോടെ തിരിഞ്ഞു നോക്കി. എന്താടോ ഭാര്യ, രാവിലെ തന്നെ വല്ല തിരക്കിലാണല്ലോ. ഞാനേ അമ്മ മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കുകയായിരുന്നു. വിവാഹ തിരക്ക് കൊണ്ട് ആയിരിക്കും മോളൊത്തിരി ക്ഷീണിച്ചു. അല്ലെങ്കിൽ കഴിക്കാൻ മടിയാണ് കുഞ്ഞിന്. മധുരമല്ലോ ആണെ വഴക്കൊന്നും കൂടാതെ കഴിച്ചോളും കള്ളിപ്പെണ്ണ്. ഒരു കൊച്ചു കുഞ്ഞിനെന്ന പോലെ അമ്മുവിനെ കുറിച്ച് നിറചിരിയോടെ ഓരോന്ന് പറയുന്ന പാറുവിനെ പ്രണയത്തോടെ നോക്കി നിന്നു ഡെവി. തങ്ങളുടെ കുഞ്ഞിപ്പെണ്ണായ അമ്മുവിനെ ഓർക്കെ ഇരുവരുടെയും ഉള്ളിൽ വാത്സല്യം മലതള്ളി. ഹേയ് ഓൾഡ് കപ്പിൾസ്, രാവിലെ തന്നെ കിച്ചൺ റൊമാൻസ് ആണോ എൻ്റെ കർത്താവേ? കുസൃതിയോടെയുള്ള കണ്ണിൻ്റെ ചോദ്യം കേൾക്കെ ഇരുവരും പിടഞ്ഞു മാറി. ചെറുനാണത്തോടെ പാറു പണികളിൽ ഏർപ്പെട്ടു. അലൻ്റെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടായിരിക്കും ഇതൊക്കെ പുല്ലാണെന്ന എക്സ്പ്രഷൻ ആയിരുന്നു രവിക്ക്. അമ്മ കോഫി തായോ? പാറുവിനെ വട്ടം പിടിച്ച് ചിനുങ്ങിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. അമ്മ എനിക്കും. മറു സൈഡിൽ നിന്നും റോണിയും പാറുവിനെ ചുറ്റിപ്പിടിച്ചു. പാറുവിൻ്റെ അടുത്തേക്ക് വരാനാഞ്ഞ ഡെവിയെ രണ്ടുപേരും കൂടെ നൈസായി തേച്ചു. 3 പേരെയും നോക്കി കലിതുള്ളിക്കൊണ്ട് ഡെവി പുറത്തേക്ക് പോയി. പതിയെ കിച്ചണിൽ പൊട്ടിച്ചിരികൾ ഉയർന്നു കേട്ടു. ഈ സന്തോഷം എന്നും ഉണ്ടാകണേ എന്ന പാറുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിപരീത ലക്ഷണം പോലെ പൂജാമുറിയിലെ വിളക്കണയാൻ പോയി. എന്നാൽ അടുത്ത നിമിഷം അത് ആളിക്കത്തി. അതെ, അവിടെയുള്ളത് അലൻ ഡേവിഡിൻ്റെ പ്രാണനായവരാണ്. അവരെ ഒന്ന് നോവിക്കാൻ ആരെങ്കിലും തുനിഞ്ഞ അവനിലെ ചെകുത്താൻ വേരോടെ നശിപ്പിച്ചിരിക്കും സർവവും. കിളികളുടെ ശബ്ദവും ചെറുതണുപ്പും അറിയെ അമ്മ പതിയെ കണ്ണു തുറന്നു. തൻ്റെ തൊട്ടടുത്തായി തന്നെ ഇമച്ചിമ്മാതെ നോക്കിക്കിടക്കുന്ന അലനെയാണ് അവൾ കാണുന്നത്. അവൻ്റെ കൈക്കുള്ളിൽ അവൻ നെഞ്ചോടെ ചേർന്നാണ് താൻ കിടക്കുന്നത് എന്നറിയെ അവളിൽ ചെറുവിറയലും അതിനേക്കാൾ സന്തോഷവും തോന്നി. പെട്ടെന്നാണ് അവളുടെ മിഴികൾ വാച്ചിലുടക്കിയത്. ചാടി എഴുന്നേറ്റു അവള്. അവളുടെ വെപ്രാളം കാണാൻ അവന് സംശയത്തോടെ എഴുന്നേറ്റു. എന്താ വാവേ? ഇച്ചേ, ഞാൻ ഒത്തിരി വൈകി പോയല്ലോ, എന്നെ വിളിക്കാഞ്ഞതെന്തേ? ഓ അതായിരുന്നു. എൻ്റെ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റേ പറ്റൂ എന്ന് ആരെങ്കിലും പറഞ്ഞോ? ദേ നോക്കിയേ, വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മൂസ് മാറണ്ട കേട്ടോ. ഇവിടെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറി തൊട്ട് അങ്ങനെയൊന്നും എൻ്റെ കുഞ്ഞിനെ ആരും നിർബന്ധിക്കില്ല. ഓക്കെ ഈച്ചേ, സെറ്റ്. പക്ഷേ ഞാനിപ്പോൾ അമ്മയുടെയും പപ്പയുടെയും അടുത്തേക്ക് പോകുവാ. അതിനെന്താ, എൻ്റെ മോള് ഫ്രഷായി വായൂ, എന്നിട്ട് നമുക്ക് താഴേക്ക് പോവാമേ. പിന്നെ സീരിയൽ പോലെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് സാരിയൊന്നും വാരി ചുറ്റാൻ നിൽക്കണ്ട. മോൾക്കുള്ള സ്കേർട്ടും ടോപ്സും കാഷ്വലൊക്കെ കബോർഡിലുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ച് അവൻ ബാൽക്കണിയിലേക്ക് പോയി. ചെറുചിരിയോടെ അവനെ നോക്കി ഫ്രഷാവാനായി അവളും. അമ്മ ഫ്രഷായി ഇറങ്ങി. ഒരു യെല്ലോ ഫുൾ സ്കേർട്ടും വൈറ്റ് കോളർ ക്രോപ്പ് ടോപ്പുമായിരുന്നു വേഷം. മുടി ഡ്രൈ ചെയ്ത് സിന്ദൂരം എടുക്കാൻ തുടങ്ങിയതും അലൻ വന്നതെടുത്തു. അവളെ തിരിച്ചു നിർത്തി. അവളുടെ സീമന്തരേഖയിൽ അതരം അമർത്തി. പിന്നെ ഒരു നുള്ളു സിന്ദൂരവും ചാർത്തി. എൻ്റെ കുഞ്ഞിന് ഇനിയെന്നും ഈ ഇച്ച ചാർത്തി തരാട്ടോ. അവൾ ചിരിയോടെ തലയാട്ടി. താഴേക്ക് പോകാൻ വാതിൽ തുറന്നതേ കാറ്റുപോലെ എന്തോ വന്ന് അമ്മുവിനെ ചുറ്റിപ്പിടിച്ചു. ഒന്ന് ഞെട്ടി നോക്കി അലനും അമ്മുവും കാണുന്നത് അവളെ പുണർന്നിളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണനെയാണ്. എത്ര നേരമായി അമ്മൂസെ, ഞാൻ കാത്തിരിക്കുന്നു, വായോ എന്നു പറഞ്ഞ് അമ്മുവിനെ വലിച്ചുകൊണ്ട് കണ്ണൻ താഴേക്ക് പോയി. പോണ പോക്കിൽ അലൻ്റെ വയറ്റിലൊരു കുത്തു കൊടുക്കാനും അവൻ മറന്നില്ല.
ഡാ. അലൻ വിളിക്കുന്നതിന് മുന്നേ അമ്മുവുമായി കണ്ണൻ എസ്കേപ്പായി. അമ്മുവിനെ കണ്ടതിൽ ആപ്പിലെന്തോ നോക്കിക്കൊണ്ടിരുന്ന റോണി അത് മാറ്റിവെച്ച് അവളെ നെഞ്ചോടി ചേർത്തു. ഏട്ടൻ്റെ കുഞ്ഞാറ്റയ്ക്ക് ഉറക്കം മതിയായോടാ? വാത്സല്യത്തോടെയുള്ള അവൻ്റെ ചോദ്യത്തിന് അമ്മു അവൻ്റെ കവിളിൽ ചെറുതായി കടിച്ചുകൊണ്ടായിരുന്നു ഉത്തരം നൽകിയത്. അതങ്ങനെയാണ്. റോണിക്ക് ചെറുതായിട്ട് മാത്രമേ കിട്ടൂ. അവളുടെ പ്രധാന ഇര കണ്ണനാണ്. ചവിട്ടും പിച്ചും മാന്തും കടിയുമൊക്കെ കണ്ണൻ അവൾ വാരിക്കോരി കൊടുക്കും. അലനെ അങ്ങനെയൊന്നും ചെയ്യാറില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണിൽ കുത്തി നോക്കാൻ ശ്രമിക്കും കാന്താരി. ഹാളിൽ നിന്ന് നേരെ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി അമ്മു. അമ്മുവിൻ്റെ വിളി കേൾക്കെ ചിരിയോടെ പാറു അവളെ തൻ്റെ മാറോടടക്കി നെറ്റിയിൽ ചുംബിച്ചു. അപ്പോഴേക്കും അലനും എത്തി. പാറു അമ്മുവിൻ്റെ മുടിയിൽ ചെറുനനവറിയെ. താൻ തോന്നി രാവിലെ തന്നെ എൻ്റെ കൊച്ചിനെ വെള്ളത്തിൽ മുക്കിയവിടാ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ ചെറുതായി കൊട്ടി. പിന്നെ ഇരുവർക്കും കോഫി കൊടുത്ത് കോഫി വാങ്ങി പാറുവിൻ്റെ കവളിൽ ചുണ്ട് ചേർത്ത് അലനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പപ്പയെന്നലറി കൂവിക്കൊണ്ടവൾ ഗാർഡനിലേക്ക് പോയി. അവളുടെ പിറകെ തന്നെ ചിരിയോടെ ബാക്കിയുള്ളവരും. അമ്മു നേരെ ചെന്ന് രവിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു നടക്കാൻ തുടങ്ങി. ചിരിച്ചും കളിച്ചും ഇടയ്ക്ക് കോഫി കുടിച്ചും അവർ എല്ലാവരും ഗാർഡനിലിരുന്നു. ഇച്ചേ. ബിസിനസ് ഡീൽസിനെ പറ്റി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അലൻ അമ്മുവിൻ്റെ വിളിയേട്ട് തിരിഞ്ഞു നോക്കി. വാടിയ മുഖത്തോടെ നിൽക്കുന്ന അമ്മുവിനെ കാണാൻ ആവലാതിയോടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട്, പൊന്ന എന്താ പറ്റിയേ? എന്തിനെൻ്റെ കുഞ്ഞിൻ്റെ മുഖം വാടിയിരിക്കുന്നേ? ആവലാതി പൂണ്ടവൻ്റെ ചോദ്യത്തിന് എനിക്ക് അച്ഛയമ്മയെ കാണാൻ തോന്നുവാന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്നു അവൾ. അത് കേൾക്കെ അവൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട്, എന്തിനാ കണ്ണ സങ്കടം? ഇച്ച രാവിലെ തന്നെ നമ്മുടെ ഡ്രൈവറെ പറഞ്ഞയച്ചിട്ടുണ്ട്. അച്ഛനെയും അമ്മയും കൂട്ടാം. അവരിപ്പോൾ വരും. എൻ്റെ കുഞ്ഞിന് സങ്കടപ്പെടരുത്. ശാസനയോടെയുള്ള അവൻ്റെ കരുതൽ കാണാൻ അവൾ ഉയർന്നു പൊങ്ങി അവൻ്റെ കവിളിൽ അതരം ചേർത്തു. ഞെട്ടിപ്പോയി അവൻ. പിന്നെ നിറചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ പതുങ്ങി നിൽക്കെ അവളിൽ അവനോടുള്ള പ്രണയം തളിർത്തു തുടങ്ങിയോ അറിയില്ല.